10ാം വാർഷികം ആഘോഷിച്ച് സഞ്ചാരി. മലയാളത്തിലെ ഏറ്റവും വലിയ സഞ്ചാരികളുടെ കൂട്ടായ്മയായ സഞ്ചാരിയുടെ 10ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് IMA ഹാളിൽ ട്രാവൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. 9ാം തീയതി നടന്ന ഉദ്ഘാടന ചടങ്ങ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. DTPC സെക്രട്ടറി ഡോക്ടർ സിൽബർട്ട് ജോസ് SB പാലക്കാട് ടൂറിസം സാധ്യതകൾ വെല്ലുവിളികളും എന്ന വിഷയം അവതരിപ്പിച്ചു. സഞ്ചാരി അംഗങ്ങൾ എടുത്ത സഞ്ചാരികളുടെ ചിത്രപ്രദർശനവും നടത്തി. പാലക്കാട്, തൃശൂർ ജില്ലകളിലായി 9000-ഓളം അംഗങ്ങളുണ്ടെന്ന് സഞ്ചാരി കൂട്ടായ്മയ്ക്ക് നേതൃത്വം വഹിക്കുന്ന മനോജ് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ യാത്രാ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന സഞ്ചാരി, 7.5 ലക്ഷത്തിലധികം അംഗങ്ങളുണ്ട് സഞ്ചാരിയിൽ. സഞ്ചാരിയുടെ 10 വർഷങ്ങൾ തികയാണ് 2024. 10ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പാലക്കാട് IMA ഹാളിൽ സഞ്ചാരി ട്രാവൽ ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് സഞ്ചാരികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പകർത്തിയ 400ഓളം സഞ്ചാര ചിത്രങ്ങളുടെ പ്രദർശനം സംസ്ഥാന സാമൂഹ്യ വനവൽക്കരണ വിഭാഗവുമായി സഹകരിച്ചുകൊണ്ട് സഞ്ചാരവും പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററികളുടെ പ്രദർശനം, യാത്രാപ്രേമികൾക്ക് താല്പര്യമുള്ള ഉപകരണങ്ങൾ, യാത്രാ പ്രസിദ്ധീകരണങ്ങൾ, മാസികകൾ, യാത്രാ ഉപകരണങ്ങൾ, ടൂറിസം രംഗത്തെ സ്ഥാപനങ്ങൾ എന്നിവയൊക്കെ അടങ്ങുന്ന സ്റ്റാളുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ട്രാവൽ ഫെസ്റ്റാണ് പാലക്കാട് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുനിന്ന് എത്തിച്ചേരുന്ന സഞ്ചാരി അംഗങ്ങൾക്ക് പാലക്കാടിനെ അറിയാൻ, കവ, മലമ്പുഴ, കൽപ്പാത്തി, തസ്രാക്ക് മുതലായ സ്ഥലങ്ങളെ അറിയാൻ സൗജന്യ സഞ്ചാര ട്രിപ്പുകൾ, ഇതെല്ലാം കഴിഞ്ഞ് ഇന്നലെ മുതൽ ആരംഭിച്ചതാണ്. ഇന്ന് വൈകുന്നേരമാണ് സമാപനം. ഇന്നലെ കാലത്ത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ MP രാജേഷാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ന് വൈകിട്ട് 6 മണിക്ക് സമാപന സമ്മേളനം അഡ്വക്കേറ്റ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകുന്നേരം 9 മണിയോടുകൂടി ട്രാവൽ ഫെസ്റ്റ് സമാപിക്കുകയാണ്. സഞ്ചാരികളുടെ ഈ കൂട്ടായ്മയുടെ എല്ലാ സഞ്ചാരികൾക്കും ഒത്തുചേരാനുള്ളൊരു അവസരമായിട്ടാണ് പാലക്കാട് ഈ സഞ്ചാരി ട്രാവൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ എത്ര പേരുണ്ട് നിങ്ങൾ അംഗങ്ങളായിട്ട്? സഞ്ചാരിയിൽ ടോട്ടൽ 7,62,000 അംഗങ്ങളുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും സഞ്ചാരിക്ക് യൂണിറ്റ് ഉണ്ട്. കേരളത്തിന് പുറത്ത് 9 രാജ്യങ്ങളിൽ യൂണിറ്റ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ, ചെന്നൈ മുതലായ യൂണിറ്റുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം കാനഡയിൽ സഞ്ചാരിയുടെ യൂണിറ്റ് ആരംഭിച്ചിരിക്കുകയാണ്. മൊത്തം 7,62,000-ഓളം അംഗങ്ങളുണ്ട്. പാലക്കാട് ജില്ലയിൽ മാത്രം 9,000-ഓളം അംഗങ്ങളുണ്ട്. കഴിഞ്ഞ 8 വർഷമായിട്ട് നിരവധി യാത്രകൾ, പ്രകൃതി പാരിസ്ഥിതിക പരിപാടികൾ, സഞ്ചാരി നോട്ട് ബുക്ക് പോലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ സഞ്ചാരിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് എല്ലാ വർഷവും പാലക്കാട് നടത്തുന്നുണ്ട്. ഇത് കോവിഡിന് മുമ്പ് വരെ നടത്തിയിരുന്നു. കോവിഡായിട്ട് തടസ്സപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ട്രാവൽ ഫെസ്റ്റ് ഈ വർഷം നടത്തുന്നത്. ഇപ്പോൾ എല്ലാ വർഷവും ഉണ്ടാവും. ഇനി തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും നടത്തണമെന്നുള്ളതാണ് സഞ്ചാരിയുടെ ആഗ്രഹം. അപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു അംഗത്വം ലഭിക്കുക ആളുകൾക്ക്? സഞ്ചാരിക്ക് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. സഞ്ചാരിയിൽ അംഗത്വ ഫീസോ വരിസംഖ്യയോ ഒന്നും തന്നെ ഇല്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള സഞ്ചാരിയിൽ സഞ്ചാരം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ജോയിൻ ചെയ്യാം. സഞ്ചാരിയുടെ യാത്രാ പരിപാടികളും ചെലവുകൾ തുല്യമായി പങ്കിട്ടെടുത്ത് ബാക്കി പൈസ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലാണ് സഞ്ചാരിയുടെ എല്ലാ യാത്രാ